നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം ഇന്നത്തെ. നമ്മുടെ 2025 അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം, ഇവിടെ ഈ ബന്ധം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ ആദ്യം മനസ്സിലോർക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്തിനാണ് ഈ ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്ത് ലെസനാണ് നിങ്ങൾക്കിതിൽ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പഠിക്കാനുള്ളത്, എന്താ നോക്കാം നമുക്ക്. ഓക്കെ, എന്തിനാണ് ഈ ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ എങ്ങനെ പറയാൻ നോക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലോർക്കുക. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലോർക്കുക. ആൻഡ് അവരുമായിട്ടുള്ള ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് വന്നത്, ആൻഡ് അതിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നൊക്കെ നോക്കാം. ശരി, ബാലൻസ്, ടെമ്പറൻസ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ്, ഫുൾ കാർഡ്. ഞാൻ ക്യാമറ എനിക്ക് ഒന്ന് ശരിയായിട്ട് ഞാൻ വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതും കൂടി എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഫെയ്ത്ത്, ബട്ടർഫ്ലൈസ്, സ്പിരിറ്റ്, ന്യൂസ്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഈ ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ആക്ച്വലി വളരെയധികം മാച്ചിങ് ഉണ്ട് ഇവിടെ കുറേയൊക്കെ. ഓക്കെ, ആദ്യം തന്നെ വന്നത്, ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇത് നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഓവർ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, വളരെയധികം ഇമോഷണലായിട്ട് ചിന്തിക്കുക, ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇമോഷണലായിട്ട് ഡീൽ ചെയ്യുക, അങ്ങനത്തെ വ്യക്തികളായിരിക്കാം. എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ഓക്കെ നിങ്ങൾക്ക് വളരെയധികം വിഷമം ആവുക, അല്ലെങ്കിൽ ദേഷ്യം വരിക, രണ്ടും ആവാം. ഓക്കെ, ചിലർക്ക് രണ്ട് തരത്തിലും ആവാറുണ്ട്. കുറച്ച് പേര് ചിലപ്പോൾ വളരെ ഇമോഷണലായിട്ട് കരച്ചിൽ, അങ്ങനത്തെ സങ്കടം ആ രീതിക്കാവും. ചിലർക്ക് ദേഷ്യവും കാര്യങ്ങളും വരും. സോ എനിത്തിങ് എന്തും ആവാം. ആൻഡ് അതിനെല്ലാം ഒന്ന് ബാലൻസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ. അതുപോലെ ഒരു കാര്യത്തിന് ഡീൽ ചെയ്യുന്ന രീതി, ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തെറ്റിപ്പോവും. ഓക്കെ, ഒരുപാട് പ്രാക്ടിക്കൽ ആവാനും പാടില്ല, രണ്ടും പാടില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇമോഷണൽ സൈഡും നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡും. ഓക്കെ, അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാവർക്കും ഒരു ഫെമിനൈൻ സൈഡ്, ഒരു മാസ്കുലൈൻ സൈഡ് ഉണ്ട് എന്ന് പറയും. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, ഈവൻ ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും ഒക്കെ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഫെമിനൈൻ സൈഡ് ഉണ്ട്, ഒരു മാസ്കുലൈൻ സൈഡ് ഉണ്ട്. അതായത് ഇമോഷണൽ സൈഡ് ഉണ്ട്, ഒരു സൈഡ് നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഇതുണ്ട്. നമ്മൾ ശരിക്കും നിങ്ങൾ ലൈഫിൽ നിങ്ങൾ പറയും മേ ബി ഈ പേഴ്സൻ്റെ അടുത്താണ് നിങ്ങൾ ഏറ്റവും അധികം ഇമോഷണൽ ആവേണ്ടതെന്ന് വേണമെങ്കിൽ പറയും. ഓക്കെ, മറ്റുള്ളവർ വേറെ ആരുടെയും ഇപ്പോൾ വേറൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ, വേറെ ആരുടെ അടുത്തെങ്കിലും ഒക്കെ ആണെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവിടെ അധികം അത് നിങ്ങളെ ബാധിക്കില്ല. ഓക്കെ, സോ അതിനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പൊക്കോട്ടെ എന്ന രീതിക്ക് നിങ്ങൾക്ക് തട്ടിക്കളയാൻ പറ്റും. പക്ഷേ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ട്രിഗർ ആവും. ഓക്കെ, നിങ്ങൾ ഇമോഷണലായി പോവും, വളരെയധികം ഇമോഷണലാവും, സങ്കടമാവും, വിഷമമാവും, ഡിപ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവാൻ വേഗം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളുടെ ഒരു വൂണ്ടാണ് അത് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഒരു നമ്മൾ പറയില്ല ഏറ്റവും നമ്മുടെ വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ വീക്കസ്റ്റ് പോയിൻ്റാണ് നമുക്കത് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴേക്കും ഒരു വിഷമം, ടെൻഷൻ, സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, അവർക്ക് എന്നോട് ഇഷ്ടമില്ലേ, സ്നേഹമില്ലേ, അതോ അവർക്ക് എന്നെ വേണ്ടേ, ഞാൻ എന്തെങ്കിലും കുറവായിട്ടാണോ, ഈ കാര്യങ്ങൾ എപ്പോഴും വരും നമ്മുടെ ഉള്ളിൽ. എത്രയും വേഗം പെട്ടെന്ന് അതാണ് ആദ്യം വരിക ചിന്തകൾ. ഓക്കെ, സോ അങ്ങനെയുള്ള അതുപോലെ അങ്ങനെ ഒരു ക്വസ്റ്റനും കാര്യങ്ങളും, ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരുപാടുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ, സോ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ആ ട്രിഗേഴ്സ് വരും. ആ ട്രിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലായി പോകും. നിങ്ങൾ പറയും ഇതേ കാര്യം, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ പേഴ്സൻ്റെ മുമ്പിൽ വരുമ്പോൾ മാത്രം നിങ്ങൾ വളരെയധികം ഇമോഷണലായി പോകും.
ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങളുടെ ആ വീക്ക് പോയിൻ്റാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവർ മുമ്പിൽ അത് ബാധിക്കില്ല, ബിക്കോസ് അവിടെ ആ അറ്റാച്ച്മെൻറ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ. പക്ഷേ നിങ്ങൾ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും അധികം അറ്റാച്ച്ഡ് ആവുന്ന വ്യക്തിയുടെ അടുത്തായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ആ വൾണറബിൾ സൈഡ് പുറത്തു വരിക, ഏറ്റവും അധികം നമ്മുടെ ഉള്ളിലെ ആ ഒരു വീക്ക് പോയിന്റ് പുറത്തു വരിക. സോ അങ്ങനെയുള്ള അതിലും പക്ഷേ നിങ്ങളോട് പറയുന്നത് അവിടെയും നിങ്ങൾ സ്ട്രോങ് ആവാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. മറ്റുള്ളവരുടെ മുമ്പിലായാൽ മാത്രം പോരാ, ഈ പേഴ്സണിൻ്റെ മുമ്പിൽ, അതായത് ആ ഏറ്റവും വീക്ക് പോയിന്റ് നിങ്ങളുടെ പുറത്ത് വരുന്ന സമയത്ത് അവിടെയാണ് നിങ്ങൾ സ്ട്രോങ് ആവേണ്ടത് എന്നാണ്. ഓക്കെ. അവിടെയും സ്ട്രോങ് ആവണം. സോ നിങ്ങളോട് അതെ, അവിടെയും നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലും കുറച്ച് ഇമോഷണലും എല്ലാം കൂടി ഒരു ബാലൻസിലേക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങണം എന്നുള്ള ഒരു ലെസണാണ് ആദ്യത്തെ. ഓക്കെ. അത് നിങ്ങളങ്ങനെ ആയി തുടങ്ങും. ഓക്കെ. കുറേ കാരണം നിങ്ങൾ വിഷമിച്ച് അവസാനം പേഴ്സണിനെ ചേസ് ചെയ്ത് പോകും, അവരെന്താ വിട്ടുപോയേ ചോദിക്കും, അങ്ങനെ ചോദിച്ച് അവസാനം നിങ്ങൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളപ്പോൾ പ്രാക്ടിക്കലി ഇനി ഞാൻ ചേസ് ചെയ്യാൻ പോയിട്ട് എന്താ കാര്യം, എത്ര ഞാൻ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു തുടങ്ങി. അത് ഒരു പ്രോസസ്സാണത്. കുറേ സമയമെടുക്കും, പെട്ടെന്നൊന്നുമല്ല, വർഷങ്ങളെടുക്കാൻ, ചിലവർക്ക് മാസങ്ങളെടുക്കും, ചിലവർക്ക് വർഷങ്ങളെടുക്കും. ഓക്കെ. ബട്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുമ്പോൾ, നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് കൂടി ഒന്ന് പുറത്തു വരാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ അത് രണ്ടും കൂടിയുള്ള ഒരു ബാലൻസ് എന്ന രീതിക്കാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഓവർ പ്രാക്ടിക്കൽ ആയിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തികളാണ്, ഇമോഷണൽ അല്ല, അങ്ങനെയാണെങ്കിലും ഓക്കെ നിങ്ങളുടെ ഇമോഷണൽ സൈഡ് കൂടി പുറത്തു വരും. ഓക്കെ. അങ്ങനെ രണ്ടും ഒരു ബാലൻസിലേക്ക് വരിക എന്ന രീതിക്കാണ് ഇവിടെ. സോ ആദ്യത്തെ ലെസൺ അതാണ്. അതുപോലെ കോംപ്രമൈസ് ചെയ്യാൻ പഠിക്കുക, പലതും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക, നിങ്ങൾ വിട്ടുകൊടുക്കാൻ പഠിക്കുക, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പഠിക്കുക. അങ്ങനെ പല ലെസൺസാണ് ഇവിടെ ഒരാളുടെ അടുത്ത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് നിങ്ങളെ സ്പിരിച്വൽ ആക്കുകയും ചെയ്യും. ഓക്കെ. നിങ്ങളെ സ്പിരിച്വൽ ആക്കാൻ വേണ്ടി കൂടി വന്നതാണ് ഈ ബന്ധം. അത് മാത്രമല്ല, നിങ്ങൾ കുറേ കൂടി ഇൻറ്റ്യൂഷൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. എന്താണ് യൂണിവേഴ്സ്, എന്താണ് ഈ സ്നേഹം, ഈ അൺകണ്ടീഷണൽ ലവ് എന്താണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സ്വീകരിച്ചില്ലെങ്കിലും, ഒരാൾ കൂടെ അല്ലെങ്കിലും അവരെങ്ങനെ സ്നേഹിക്കുക. ഓക്കെ. അങ്ങനെ അങ്ങനത്തെ ലെവൽ ഒരു സ്നേഹം, അതൊരു ഒരു സ്നേഹം എന്ന രീതിക്ക് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ. അതൊരു വളരെ ഹൈ ലെവലിലേക്കുള്ളവർക്ക് അത് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ സ്പിരിച്വൽ ആകുമ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു തരത്തിലുള്ള സ്നേഹം നിങ്ങൾ പഠിക്കും. ആൻഡ് ആ ഒരു സ്പിരിച്വൽ ആക്കുകയാണ് നിങ്ങൾ. അന്ന് മാത്രമല്ല, നമ്മൾ യൂണിവേഴ്സിനെ അറിഞ്ഞു തുടങ്ങും, ദൈവത്തിനെ അറിഞ്ഞു തുടങ്ങും, നമ്മളെ തന്നെ മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മൾ പഠിക്കുക. ഓക്കെ. ആ ഒരു സ്പിരിച്വൽ എലമെൻറ്റ് ഓക്കെ നിങ്ങളെ കൂടുതൽ സ്പിരിച്വൽ ആക്കാൻ, ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ. കാരണം നിങ്ങളെന്താ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും. ഓക്കെ. അതാണ് സ്പിരിച്വൽ ആവുക എന്ന് പറയുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ. നിങ്ങൾ വിഷമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ഓടിയെത്തുന്നത് നമ്മൾ ഭഗവാന്റെ അടുത്തേക്കാണ്, ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. ഓക്കെ. സോ അത് നിങ്ങളെ സ്പിരിച്വൽ ആക്കാൻ കൂടിയാണ് ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ. എന്ന് മാത്രമല്ല, അങ്ങനെ ആ സ്പിരിച്വൽ ആവുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങും, ഒരു ഹയർ ലെവലിലേക്ക് മനസ്സിലാക്കി തുടങ്ങും. അല്ലാതെ ഈ നോർമൽ നമ്മൾ കാണുന്ന അങ്ങനെ ഒരു ബന്ധങ്ങൾ എന്ന രീതിക്കല്ലാതെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനത്തെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നമ്മൾക്കൊക്കെ അറിയുന്നതിൻ്റെ മേലെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ശരിക്കും വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. അതും ഒരു സ്പിരിച്വൽ ഇതാണെന്ന് പറയാം. ഓക്കെ. സോ ആൻഡ് ഇവിടെ തന്നെ ആക്ച്വലി ഇത് ഞാൻ ഒപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്നു. ഇവിടെ പ്രസൻറ്റ് ഉണ്ട്, ഫീലിംഗ് ദ മൊമെൻറ്റ്, ബിക്കമിങ് അവെയർ ഓഫ് ടുഡേ ഇൻ ദ നൗ. അതായത് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇമോഷൻസും പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾ ഒന്നിച്ചാവാൻ തുടങ്ങും. നിങ്ങൾ ഇപ്പോഴത്തെ മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കില്ല. നമ്മൾ എപ്പോഴാണ് ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എപ്പോഴാണ് പറ്റുക? നമ്മൾ കാര്യങ്ങളെല്ലാം ഓക്കെ എന്തായാലും ശരി, സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് പറയില്ലേ? അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഇമോഷൻസ് കൺട്രോളിൽ നിർത്താൻ പറ്റുള്ളൂ. ഓവർ ഇമോഷണലും ആവില്ല, ഓവർ പ്രാക്ടിക്കലും ആവില്ല. കാരണം എന്താ, നമുക്കറിയാം ഒന്നും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലേ? നമുക്ക് എന്തും വരുന്നത് പോലെ വരട്ടെ എന്ന രീതിക്കൊക്കെ വിടാൻ പഠിക്കുക. ആൻഡ് ലിവ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതാ പറയുന്നത്. ഓക്കെ. കീപ്പ് എവറിത്തിങ് ഇൻ ബാലൻസ്. ആൻഡ് ഇപ്പോഴത്തെ മൊമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യൂ, ഇപ്പോഴത്തെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യൂ, നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ. ആൻഡ് എന്താണോ ഇപ്പോൾ ഉള്ളത് അതിനെ എൻജോയ് ചെയ്യൂ എന്ന രീതിക്കാണ് പറയുന്നത്. സോ ആ ഒരു ലിവ് ഇൻ ദ മൊമെൻറ്റിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങും. ഓക്കെ. സോ രണ്ട് കാര്യങ്ങളും അത് തന്നെയാണ് ഇവിടെ ഓൾമോസ്റ്റ്. ആൻഡ് ഇവിടെയും ഫെയ്ത്ത് പറയുന്നുണ്ട്, വിഷിങ്, പ്രേയിങ്, ഹോപ്പ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അത്രത്തോളം നമ്മൾ ആ ഒരു പേഴ്സണിനോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു വ്യക്തിയോടൊരു സ്നേഹം തോന്നുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ അറിഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ ശരിക്കും ആ വിഷമങ്ങളും കാര്യങ്ങളും വരുമ്പോൾ യൂണിവേഴ്സിലേക്ക് അടുത്ത് തുടങ്ങും, ദൈവത്തിലേക്ക് അടുത്ത് തുടങ്ങും. ഒരുപാട് വിഷിങ്, പ്രേയിങ്, ഹോപ്പിംഗ് അതൊക്കെ വരുമ്പോൾ നിങ്ങൾ ശരിക്കും സ്പിരിച്വൽ ആവുക തന്നെയാണ്. ഓക്കെ. ദൈവത്തിലൊരു വിശ്വാസം കൂടുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ സ്പിരിച്വൽ ആവുകയാണ്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ് ആവാൻ തുടങ്ങും. ഓക്കെ. അതായത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓക്കെ. അതിനെ ട്രസ്റ്റ് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പലതും മനസ്സിലാവും, അതിനൊക്കെ നിങ്ങൾ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ എന്നൊരു മെസ്സേജ് കൂടിയുണ്ട്.
ആൻഡ് ഇവിടെ വേറൊരു കാര്യം ട്രാൻസ്ഫോർമേഷൻ പറയാം. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ശരിക്കും നമ്മൾ ഹാർഡ് വർക്കിംഗ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനാണ് ഈ ബന്ധം വന്നിട്ടുള്ളത്. നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കരിയറിൽ, ജോബിൽ, അങ്ങനെ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ സ്ട്രോങ് ആവുക, നിങ്ങളുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ അവനവനെ നിങ്ങൾ കെയർ ചെയ്ത് മെച്യൂർ പോലെയായി ആൻഡ് നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മേലെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, പേഴ്സൻ്റെ മേലെയല്ല. ഓക്കെ, വേറെ സിറ്റുവേഷൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ അവനവനിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ ഫീലിംഗ് കംപ്ലീറ്റ്, കാൺ സ്റ്റോപ്പ് സ്മൈലിംഗ്, ഹാപ്പിനെസ്, ഡിവോഷൻസി, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആക്ച്വലി നിങ്ങളെ തന്നെ ചൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ, നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവർ നിങ്ങൾക്ക് വിഷമം തന്ന് അവസാനം നിങ്ങളെ ട്രിഗർ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ ട്രിഗർ ചെയ്ത് അവർ നിങ്ങളെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളെ സ്ട്രോങ്ങർ ആക്കുകയാണ് അവർ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ആയി വരുമ്പോൾ നിങ്ങൾ ശരിക്കും അവനവനിൽ സന്തോഷിക്കാൻ തുടങ്ങും, അവനവനിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു തരത്തിൽ അതും എന്ന് വെച്ചിട്ട് ആ പേഴ്സണോടുള്ള സ്നേഹം പോകണു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. ബട്ട് ആ പേഴ്സൺ ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ആൻഡ് നിങ്ങൾ മനസ്സുകൊണ്ട്, ഉള്ളുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുകയാണ്. ഓക്കെ, അൺകണ്ടീഷണൽ ആവും. ഞാൻ നേരത്തെ പറഞ്ഞു, അൺകണ്ടീഷണലി നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അത് ആ പേഴ്സൺ കൂടെ വേണം എന്നൊരു ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് സ്വയം കണ്ടെത്താൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ കാർഡ് ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഓറ, ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഗാർഡിയൻ ഏഞ്ചൽ, ഷീൽഡിങ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ മാച്ച് ഉണ്ടോ നോക്കുകയാണ് ഞാൻ. ഓക്കെ, എന്തായാലും ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ മാറി വരികയാണ്, നിങ്ങളിൽ ചേഞ്ചസ് വരികയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ റിസ്ക് എടുത്തിട്ടായാലും എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങളൊരു സ്വന്തം ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങളുടെ ജേണി, നിങ്ങളുടെ ഒരു ലൈഫ് ജേണി, ഓക്കെ, ആ പാത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അത് മാത്രമല്ല ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും എന്ന രീതിക്ക് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഓക്കെ, എപ്പോഴും നിങ്ങളുടെ കൂടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും, എന്തും റിസ്ക് എടുത്തിട്ടായാലും ചെയ്യാൻ തയ്യാറാവും. ഞാൻ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഈ ഒരു ഫൂളിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അധികം ബേർഡൻസ് ഒന്നും ഉണ്ടാവില്ല, മനസ്സിൽ ഭാരങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ അധികം ഒന്നും കയ്യിലെടുക്കാതെ ഒരു യാത്ര പോകുന്ന ഒരു വ്യക്തി എന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ വളരെ ലൈറ്റായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ, നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഏഞ്ചൽസ് ഉണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും. ഓക്കെ, ആൻഡ് ആ ഒരു വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ, ഓക്കെ, ഏഞ്ചൽസിൽ, യൂണിവേഴ്സിലൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കുമ്പോൾ, നിങ്ങൾ സ്പിരിച്വലൊക്കെ ആയി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭാരങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ജേണി വളരെ ഒരു ഫ്രീ മൈൻഡോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ, ഇത് ഐ തിങ്ക് പേഴ്സൻ്റെ എനർജി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുമ്പോൾ പേഴ്സണും മാറ്റങ്ങൾ വരും എന്ന രീതിക്ക് എനിക്ക് കാണാം. എനിവേ അത് വേണ്ട, നമുക്കിപ്പോൾ ഞാൻ നിങ്ങളുടെ മാത്രം പറയാം. നിങ്ങളുടെ ഭാഗത്ത് ഐ തിങ്ക് നിങ്ങളിനി എന്തും റിസ്ക് എടുത്ത് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ കൂടി നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. സോ അതിനൊക്കെയാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഓക്കെ, ആ ബോണ്ടൊന്നും നിങ്ങൾ തമ്മിലുള്ളത് വിട്ടുപോകാൻ പോകുന്നില്ല. നിങ്ങൾ ആക്ച്വലി ശരിക്കും ചെയ്യുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പേഴ്സണിനെ ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഐ തിങ്ക് ഈ 2 ദിവസമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ആ റിലേഷൻഷിപ്പ് വീഡിയോസ് എടുത്ത് കാണാം. ഓക്കെ, ഞാൻ ലാസ്റ്റിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞു, ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ പേഴ്സണിനെ കൂടി ഇൻസ്പയർ ചെയ്യും അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ. ഓക്കെ, അവരുടെ ലൈഫിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും, അത് പഠിക്കാൻ അവരെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യും. ഓക്കെ, അവരെ കൂടി സ്പിരിച്വൽ ആക്കാൻ അല്ലെങ്കിൽ അവരെ ലെസൺസ് പഠിക്കാൻ ഓക്കെ, അത് നിങ്ങൾ കാരണമാവും. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നിങ്ങളിൽ ഗ്രോത്ത് വരുമ്പോൾ അത് കണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്, എങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ നേടിയെടുക്കുമ്പോൾ അത് കാണുമ്പോഴാണ് അവർക്ക് തോന്നാൻ തുടങ്ങുന്നത് ദാറ്റ് അവരുടെ ലൈഫിലും ഒരു മാറ്റം വരേണ്ട സമയങ്ങളാവും. അത് നിങ്ങളെ കണ്ടിട്ടാണ് അവർ ഇൻസ്പയർ ആവുക. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് കോൾ കാണുന്നുണ്ട്, കോഫി ഡേറ്റ് കാണുന്നുണ്ട്, പ്രപ്പോസൽ കാണുന്നുണ്ട്. പേഴ്സൻ്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ. അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഈഗോ ആയിരിക്കും. ഓക്കെ, ആ പേഴ്സൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് അവർ പഠിക്കാനുള്ള ലെസൺ എന്താണെന്ന് വെച്ചാൽ അവർ ഈഗോ കളയുക. ഓക്കെ, ഈഗോ ഇല്ലാതെ ആവുക. ഓക്കെ, അതാണ് അവർ പഠിക്കാനുള്ള ലെസൺ. ആൻഡ് ഇവിടെ അത് ആക്ച്വലി അവരുടെ ഭാഗത്ത് നിന്ന് മാറ്റം നിങ്ങൾക്ക് കാണാൻ പോകുന്നത് കോൾ കാണുന്നുണ്ട്, ഹിയറിങ് ഫ്രം ദം, കോൺവെർസേഷൻ, ടോക്കിംഗ്, അൺബ്ലോക്കിംഗ്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ ഈ ചേഞ്ചസ് വരുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ പേഴ്സൺ കുറേ കൂടി
നിങ്ങളിലേക്ക് അടുക്കാൻ തുടങ്ങും. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് കൂടുതൽ കണക്ഷൻ വെക്കാൻ തുടങ്ങും, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, ഡിസ്കഷൻ വരും, നിങ്ങൾ തമ്മിൽ അങ്ങനൊരു കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവൻ പ്രപ്പോസൽ, കമ്മിറ്റ്മെൻറ്റ് വരെ കാണുന്നുണ്ട്. ബട്ട് അതിന് ഈ ചേഞ്ചസ് നിങ്ങളിൽ ആദ്യം വരണം. ഓക്കെ, ഈ ചേഞ്ചസ് നിങ്ങളിൽ വന്നു തുടങ്ങുമ്പോഴാണ്, അതാ ഞാൻ പറഞ്ഞു, അവർ ഇൻസ്പയർ ആവും. എന്നിട്ട് നിങ്ങൾ അവരില്ലാതെ തന്നെ നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ അപ്പോഴാണ് അവരിൽ ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അവരുടെ ഈഗോ ഇല്ലാതെ ആവും അപ്പോൾ. കാരണം നിങ്ങൾക്കിപ്പോൾ അവരെ വേണമെന്നില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ അവരുടെ ഈഗോ തന്നെ തകർന്നു പോകും, അല്ലേ? അവർ വിചാരിക്കും എൻ്റെ അത്രയും എന്നെ പിന്നാലെ വന്നിരുന്ന വ്യക്തി ഇപ്പം തന്നെ കാണാൻ കൂടിയില്ല, ആളെവിടെ പോയി എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവർക്ക് ചില റിയലൈസേഷൻസ് വരാം. ഓക്കെ, ആൻഡ് അത് കഴിയുമ്പോൾ ഇവിടെ മാറ്റങ്ങൾ എനിക്കിതാണ് കാണുന്നത് മുന്നോട്ട്. ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞത് ഓർമ്മ വയ്ക്കാം, ഈ ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ആ ലെസൺസ് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് പ്രതീക്ഷിക്കാം. പ്രപ്പോസൽ, മാരേജ് എല്ലാവർക്കും പോസിബിൾ അല്ല, നിങ്ങൾ ആലോചിച്ചോളാം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, ബട്ട് ഞാനത് അങ്ങനെ ഒരു പ്രോമിസ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട്, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലും, നിങ്ങൾ തമ്മിലൊരു നല്ല സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് പോവുക എന്ന രീതിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിന് ഈ മാറ്റങ്ങൾ നിങ്ങളിൽ വരണം. ഓക്കെ, സോ അതാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും അതൊരു മോശം റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, നിങ്ങളെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ആസ് എ പേഴ്സൺ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ളതാണിത്. ഓക്കെ, നിങ്ങളിലാണ് മാറ്റങ്ങൾ വരാനുള്ളത്, നിങ്ങളിലാണ് ഗ്രോത്ത് വരാനുള്ളത്. ആ ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അത് ചെയ്തിട്ട് നമ്മൾ ആ പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളത് ചെയ്യുമൊന്നും വേണ്ട, അങ്ങനെയല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സമാധാനം, സന്തോഷം, പീസ്, എനിക്കൊരു നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ അവനവന് വേണ്ടി നിങ്ങൾ ചെയ്യും. ഓക്കെ, ആ പേഴ്സണിൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾ പഴയ പോലെ ആയിപ്പോവും. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ബട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും നിങ്ങളെ. ഓക്കെ, ആക്ച്വലി ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ നിങ്ങളെ ചൂസ് ചെയ്യുമെന്നല്ല, നിങ്ങൾക്ക് വേണോ വേണ്ടതെന്ന് ചോയ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിലായിരിക്കും അവരെ എനിക്ക് സ്വീകരിക്കണോ അതോ വേണ്ടാന്ന് വയ്ക്കണോ. ഓക്കെ, എനിവേ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് നിങ്ങളെ തന്നെ ബെറ്ററാക്കി തുടങ്ങാം. എനിവേ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.